എന്താ എന്നറിയില്ല. യൂണിവേഴ്സിറ്റി സെമസ്റ്റർ പരീക്ഷകൾ അടുക്കുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഒന്നില്ലെങ്കിൽ ഇന്റേണൽ ക്ലാഷസ്, അതുവഴി ഉണ്ടാകുന്ന പരീക്ഷ മാറ്റം, അല്ലെങ്കിൽ അതിതീവ്ര മഴയും റെഡ് അലേർട്ടും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സെമസ്റ്റർ പരീക്ഷകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് മൂന്നാം സെമസ്റ്റർ പരീക്ഷകൾ ഈ വരുന്ന വെള്ളിയാഴ്ച ഡിസംബർ മാസം 6 മുതൽ തുടങ്ങാൻ പോകുന്നത്. ഇതിനിടയിലാണ് ഇന്നലെയും ഇന്നുമായിട്ട് കളക്ടേഴ്സ് അവധി പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഡിസംബർ മാസം 6-ാം തീയതി അഥവാ വെള്ളിയാഴ്ച വരുമ്പോൾ കൊടുങ്കാറ്റും പേമാരിയും റെഡ് അലേർട്ടും വന്ന് ഞങ്ങളുടെ പരീക്ഷ മാറ്റിവെക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ കണ്ടിരുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, റെഡ് അലേർട്ട് വന്നാലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചാലും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവാറില്ല. ഇനി മാറ്റണമെങ്കിൽ തന്നെ റയറസ്റ്റ് ഓഫ് ദി റയർ ഇഷ്യൂ അവിടെ ഉടലെടുക്കണം. എന്നാൽ മാത്രമാണ് പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ല. അത് റെഡ് അലേർട്ട് ആണെങ്കിലും വേറെ ഏത് കളറിലുള്ള അലേർട്ടാണെങ്കിലും എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ ഉപബോധ മനസ്സ് പരീക്ഷ എന്ന പ്രക്രിയ വരുമ്പോൾ അത് എഴുതണ്ട എന്നും അത് പഠിച്ചിട്ടില്ല എന്നും ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുകയും തുടർന്ന് ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റലായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഇനി പരീക്ഷ മാറ്റിവെച്ചാലോ, ബിരിയാണി കൊടുത്താലോ എന്ന് വിചാരിച്ച് പരീക്ഷയ്ക്ക് പഠിക്കാതെ തലേ ദിവസം വെയിറ്റ് ചെയ്ത് പിറ്റേന്ന് രാവിലെ കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അധോഗതി. പരീക്ഷ തോക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ടാണ് പറയാനുള്ളത്, നിങ്ങൾ പരീക്ഷ ഉണ്ട് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. റയറസ്റ്റ് ഓഫ് ദി റയർ കേസൊന്നും ഇവിടെ ഉണ്ടാവാൻ പോവില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. ഉപബോധ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് പരീക്ഷ ജയിക്കണം, എനിക്ക് സെമസ്റ്റർ പരീക്ഷകൾ ജയിക്കണം, 6-ാം തീയതിയാണ് തുടങ്ങുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജയിക്കുന്നത് ആരാണ്? നിർണായകമായ 3-ാം സെമസ്റ്റർ പരീക്ഷയിൽ നിങ്ങൾ. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.